നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. രാജ്യമാകെ വലിയൊരു പൂരം നടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് പൂരം. അതിനിടയിലാണ് കേരളത്തിൻ്റെ അഭിമാനമായ തൃശ്ശൂർ പൂരം നടന്നത്. സാധാരണഗതിയിൽ പൂരം കഴിഞ്ഞാൽ പൂരത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പൂരം ചർച്ചയാവുകയാണ്. പൂരത്തിൻ്റെ ചടങ്ങുകളിൽ വെടിക്കെട്ടിലൊക്കെ പകൽ വെടിക്കെട്ട് നടത്തേണ്ട അവസ്ഥയടക്കമുണ്ടായി. അവിടെ ജനങ്ങൾക്ക് സമാധാനപൂർവ്വമായി നിന്ന് പൂരം കാണാനുള്ള അവസരം ലഭിച്ചില്ല, വെടിക്കെട്ട് കാണാനുള്ള അവസരം ലഭിച്ചില്ല. ആനയ്ക്ക് പട്ടയമായി പോയവരെ വരെ തടഞ്ഞു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി. കമ്മീഷണർക്ക് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു. ഇതോടൊപ്പം തന്നെ നിരവധി ആരോപണങ്ങളും ഉയരുകയാണ്. പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത്, അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ കെ മുരളീധരൻ ആരോപിക്കുന്നത് ഇത് CPM-ഉം BJP-യും ചേർന്നുള്ള കളിയാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നത് മറ്റൊന്നാണ്. പൂരത്തിൻ്റെ പരമ്പരാഗതമായ ചടങ്ങുകൾക്ക് ഭംഗം നേരിട്ടു, അത് മനഃപൂർവ്വമാണ്, അത് അന്വേഷിക്കണം എന്ന ആവശ്യം ഉയരുന്നു. എന്നാൽ CPM സ്ഥാനാർത്ഥികളും ഇടതു സ്ഥാനാർത്ഥിയും ഇതിനെല്ലാം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പോലീസിൻ്റെ വീഴ്ചയെ അത്തരത്തിൽ കാണണം എന്നത് തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നു. എന്തായാലും സജീവ ചർച്ചയായിരിക്കുകയാണ് പൂരം. പൂരം കലങ്ങിയതോ കലക്കിയതോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. വെള്ളമുണ്ടയിൽ നിന്നും സൂപ്പിയാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പൂരവുമായി ബന്ധപ്പെട്ട അസാധാരണ സംഭവങ്ങൾ താങ്കൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതിൽ ബോധപൂർവമായ ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം സാർ. പിന്നെ എന്റെ അഭിപ്രായത്തില് പൂരം എല്ലാ കൊല്ലവും നടക്കുന്നതാണ് പൂരം. അതെ. അപ്പോ ഈ ഇലക്ഷൻ സമയത്ത് അത് ഒരു കലക്കുക എന്നത് ഒട്ടും ശരിയല്ല. എങ്ങനെയാണ് പറഞ്ഞത്? ഈ ഇലക്ഷൻ സമയത്ത് പൂരം കലക്കുക എന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. തൃശ്ശൂർ പൂരം അല്ല, ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രശ്നമാണോ, അതോ അതിൽ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നത്, പരസ്പരം ഉന്നയിക്കുന്നത് ബോധപൂർവം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു? ഇത് രാഷ്ട്രീയക്കാർ ഇതിനകത്ത് ഒട്ടും കൈകടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഈ അതാണ് എന്റെ അഭിപ്രായം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പൂരം കലങ്ങിയതോ കലക്കിയതോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. പക്ഷേ ഇതിപ്പോ സാധാരണ രീതിയിൽ എല്ലാ പൂരം നല്ല നേരെ ചൊക്കെ വരലും പോലും കടക്കലും ആൾക്കാർ കാണാൻ പോയാലും മരുന്നൊക്കെ രാത്രി കത്തലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന്റെ കാരണം നമ്മളെ മുരളി പറയുന്നത് BJP-യും മറ്റേ ഇടതുപക്ഷം ചെയ്ത പണിയാണ് അത് എന്നാ പറയുന്നത്. അതേ സമയത്ത് അതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും മറിച്ചും വേറുള്ളവരൊക്കെ തെരഞ്ഞു പിടിച്ച് അവരൊക്കെ സസ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതെന്താണ് എന്നുള്ളത് നേരെ ചൊവ്വേ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. ശരി, സമഗ്ര ഒരു അന്വേഷണമാണ് വേണമെന്നുള്ള ആവശ്യമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, കണ്ണൂരിൽ നിന്നും ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പൂരം, തെരഞ്ഞെടുപ്പ് കാലത്തെ പൂരത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ അല്ലെങ്കിൽ പൂരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കി അതിനെ വോട്ടാക്കി മാറ്റാൻ ഏതെങ്കിലും മുന്നണിയോ പാർട്ടികളോ ഒക്കെ ശ്രമിച്ചതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതിലൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഇത് ആ പോലീസ് കമ്മീഷണറെ ഒരു കുറച്ച് എന്താ പറയണ്ടേ, അയാളൊരു കഴിഞ്ഞില്ലാതെ വേറെ ഇതിൽ പ്രത്യേകിച്ചൊന്നിട്ടപ്പോ കാര്യം ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ്. അയാൾക്ക് ഇതിനെപ്പറ്റി പരിചയമില്ല, അയാൾ പുതിയ ഓഫീസറാണ്. അപ്പൊ അയാൾക്കുണ്ടായ കുറച്ച് ദമ്മ്, എന്റെ പോലീസുകാർക്ക് വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ചില ആൾക്കാർക്കാണ് ചില ദമ്മ്. അതല്ലാതെ ഇത് വേറെ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഈ വെറുതെ ആവശ്യത്തെ കൊട്ടം തൊണ്ടാക്കി രാഷ്ട്രീയമായിട്ട് കാണുന്നല്ലാതെ ഇതൊന്നും ഒരു കഥയില്ല. ശരി, മറ്റൊരു പ്രേക്ഷകരുണ്ട്, രവിചന്ദ്രൻ പിള്ളയാണ്. ശ്രീ രവിചന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പരസ്പരം എല്ലാ മൂന്ന് മുന്നണികളും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് CPM-ഉം BJP-യും ചേർന്ന് കാണുന്നത് കോൺഗ്രസ് ആരോപിക്കുന്നു. അങ്ങനെയല്ല, ഇതിന് ആചാരങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ പറ്റിയെന്ന് BJP ആരോപിക്കുന്നു. അതല്ല, സുരേഷ് ഗോപിയുടെ വരവ്, അങ്ങനെ സേവാഭാരതിയുടെ ആംബുലൻസുള്ള വരവ് തന്നെ അതിൽ ചില സംശയാസ്പദമായ കാര്യങ്ങളുണ്ടെന്ന് മറ്റു പാർട്ടികളിൽ നിന്ന് ആരോപണം ഉയരുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം. നമസ്കാരം. ഇത് കേരളത്തിലെ മഹാ ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ഇത് ആചാരമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതാണ്. മാസങ്ങൾക്ക് മുമ്പേ നമ്മളെ തൃശ്ശൂർ ജില്ലാ കളക്ടറും അതേ കണക്ക് തന്നെ തൃശ്ശൂർ ജില്ലയിലെ 2 മന്ത്രിമാരുണ്ട്. അതിൽ ഒരു മന്ത്രി ഇപ്പം മത്സരിക്കുവാണ്. റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ചാർജ് കൊടുത്ത് ഇത് പോലീസിന്റെ അനാസ്ഥയല്ലാണ്. പോലീസിനെ ആസൂത്രണപരമായി കെ മുരളീധരൻ പറഞ്ഞ കണക്ക് ആസൂത്രണപരമായി ഇത് BJP-യെ സഹായിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഗൂഢാലോചനയുണ്ട്. അതിൽ യാതൊരു സംശയമില്ലാത്ത കേസാണ്. കാരണം പറഞ്ഞാൽ ആ സമയത്ത് ഈ BJP-യുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അവിടെ വരികയും
വിളിച്ചു വരുത്തുകയെന്നാ പറയുന്നത്. വിളിച്ചു വരുത്തി അതിന് എന്തുവായാലും യാതൊരു സംശയവും വിളിച്ചിട്ടല്ല വന്നത് എന്ന് ദേവസ്വം അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ ദേവസ്വത്തിന്റെ ജീവനക്കാർ പറയുന്നില്ലയോ. പക്ഷെ ഇത് ഇത്രയും മഹാനായ ഒരു സംഭവം ഒരു കമ്മീഷണർ വിചാരിച്ചാലൊന്നും ഇത്രയും ജനങ്ങളെ അവിടുത്തെ ജീവനക്കാരെ അല്ലെങ്കിൽ ആനപ്പാപ്പാന്മാരെ ഇവരെയൊന്നും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും നോക്കത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ പറയുന്നതിൽ യാതൊരു സംശയമില്ലാതെ ഉള്ള കാര്യമാണ്. കാരണം ഇതൊരു ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾ പൂരം കണ്ട ആളാണോ? പൂരം കണ്ടതാണ്. എല്ലാ വർഷവും പൂരം കാണുന്ന ആളാണ്? എല്ലാ വർഷവും പൂരവും ഞാൻ പകൽപൂരത്തിനും പോകാറുണ്ട്. ഓ ശരി, അപ്പൊ താങ്കൾക്ക് കുറെ കൂടി ആധികാരികമായി പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? കാര്യം നേരിട്ട് കണ്ടില്ല, കാരണം എല്ലാ സ്ഥലങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ തൃശ്ശൂരിൽ ഒരിക്കലും ഇല്ലാത്തത്ര, അതായത് റൗണ്ടിലേക്ക്, നമ്മുടെ സ്വരാജ് റൗണ്ടിലേക്ക് ആൾക്കാരെ കയറ്റാത്ത രീതിയിൽ വൻ പോലീസ് തന്നെ പറയും. പോലീസ് പൂരം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. അത്രയധികം ഇതിനു മുമ്പൊന്നും ഞാനൊക്കെ ചെറുപ്പം പോലെ കാണുന്ന ഒരിക്കലും ഇത്രയധികം. പിന്നെ പോലീസിനെ ഇത്രയധികം നിയന്ത്രണം കൊണ്ടിരുന്ന എപ്പോഴാണെന്നറിയോ? വെടിക്കെട്ട് സാധാരണ 3 മണിയിൽ പ്രഖ്യാപിക്കും, അതൊരു 4 കൂടി നടക്കും. അതാണ് സംഭവം ഉണ്ടാവാറ്. രണ്ടുപേരുടെയും ഒരു അരമണിക്കൂർ ഡിഫറൻസിലാണ് നടക്കാറ്. ഈ ഗ്രൗണ്ടിലേക്കാണ് ആൾക്കാരെ കയറ്റാതിരിക്കുക സാധാരണഗതിയിൽ. അതായത് മുൻകാലങ്ങൾ, അതായത് വെടിക്കെട്ടിന് ഇതിന് ശക്തി കൂടിയ കാലത്ത് ആൾക്കാരെ നമ്മൾ ഈ സ്വരാജ് റൗണ്ടിൽ മുഴുവൻ നിർത്തിയിരുന്നു. ഇതിപ്പോൾ വെടിക്കെട്ട് റൗണ്ടിൽ നിർത്തുമായിരുന്നോ? നേരത്തെ റൗണ്ടിൽ നിന്ന് മാറ്റിയല്ലേ നിർത്തുന്നത്? റൗണ്ടിൽ നിർത്തുമായിരുന്നോ? ഇതിന് മുന്നേ താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകണം. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പൂരത്തിന് പിന്നിൽ, പൂരത്തിന്റെ ഈ പിഴവുകൾ ഉണ്ടായതിന് പിന്നിൽ ബോധപൂർവമായ ഏതെങ്കിലും ആസൂത്രണം, രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? നോക്കൂ, ഇതിൽ ഒരു പരമമായ സത്യമുണ്ട്. LKGയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാം, കേരള സർക്കാരോ കേരള പോലീസോ മനഃപൂർവ്വം ഈ വിഷയം ഉണ്ടാക്കിയാൽ അത് കേരള സർക്കാരിനെ ദോഷമായി ഭവിക്കൂ എന്ന് ഈ ഇതിലെ അരിയാഹ അഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന വസ്തുതയാണ്. ഈ പൂരം കലങ്ങിയാൽ അതിന്റെ ഗുണം പരോക്ഷമായി ഉണ്ടാകുന്നത് കോൺഗ്രസിനുമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കേജ്രിവാളിന്റെ അടക്കം കാര്യങ്ങൾ. ഈ കേരളത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആഭിമുഖ്യത്തുന്ന ഉദ്യോഗസ്ഥരും പോലീസുകാരുമുണ്ട്. ഇത് തീർച്ചയായും ഈ സർക്കാരിന് ദോഷകരമായി ഭവിക്കുന്ന രീതിയിൽ ഉള്ള ഒരു അട്ടിമറി അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? തൃശ്ശൂർ പൂരം എന്ന് അങ്ങനെയൊക്കെ പോലീസുകാർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ പോലീസുകാരെ മാറ്റി അങ്ങനെ ബന്ധപ്പെട്ട പോലീസുകാരെയൊക്കെ അവിടെ നിർത്തേണ്ട ചുമതല കൂടി ഇല്ലേ ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ? മാറ്റും. അതിന്റെ സത്യം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ സുനിൽകുമാറിന്റെ ചങ്കാണ്. എന്ത് അട്ടിമറി BJPയും അതുപോലെ തന്നെ കോൺഗ്രസ് ശ്രമിച്ചാലും തൃശ്ശൂർക്കാർക്ക് സത്യം അറിയാം. ഇതുകൊണ്ടൊരു ദോഷമുണ്ടായാൽ കേരള സർക്കാരിനെ അതിന്റെ ദോഷമുണ്ടോ എന്നറിയാം. സുനിൽകുമാർ ജയിക്കും, സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മുരളീധരനും എന്ത് കളി കളിച്ചാലും തൃശ്ശൂർ എന്ന് പറയുന്നത് സുനിൽകുമാറിന്റെ ചങ്കാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ ഈ പൂരം കണ്ട ആള് തന്നെയാണോ? നമസ്കാരം സാറേ, ഞാൻ പൂരങ്ങളിലെ വ്യക്തമായ വിവരങ്ങൾ എനിക്ക് അറിയാവുന്നതാണ്. കാരണം ഈ IPS 3 അക്ഷരം പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് എന്തും കാണിക്കാനുള്ള ഒരു ഇതല്ല. എങ്ങനെ പൂരം നടത്താമെന്ന യതീഷ് ചന്ദ്ര, അതുപോലെ ആദ്യത്തെ IPS ഹേമേന്ദ്രൻ സാറ്, സന്ധ്യ സാറ്, ഇവരൊക്കെ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. അതിന്റെ അവിടെ എന്താണ് ആ സോണുകളാക്കി തിരിച്ചാണ് ആ സോണിന്റെ ചാർജും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നടത്താറെന്നുള്ള വ്യക്തമായിട്ട് അറിയുന്ന ഓഫീസേഴ്സ് ഇഷ്ടം പോലെ ഓഫീസേഴ്സ് ഉണ്ട്. ഇദ്ദേഹത്തിന് എന്താ പറ്റിയെന്നറിയില്ല. ഇദ്ദേഹത്തിന് അവിടെ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ള വ്യക്ത. കാരണം ഇദ്ദേഹം വേറെ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവിടെ വ്യക്തമായിട്ട് അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരൊന്നും ഇങ്ങനെ ചെയ്യാൻ വഴിയില്ല. കാരണം ഈ പൂരം മുടങ്ങി കഴിഞ്ഞാലത്തെ അവസ്ഥ ഇതിന് മുന്നേ നമുക്ക് ഒരു കൊല്ലത്തിൽ അവിടെ തെക്കോട്ടിറക്കത്തിന്റെ ലാത്തി ചാർജ് ഉണ്ടായിട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ളത് ഈ കമ്മീഷണർ പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ സുദർശന സാറ് പറ്റി ഞാൻ തൃശ്ശൂർ അറിഞ്ഞത്, സുദർശന സാറ് ഇതിലെ ഒരു ഇതല്ല എന്നാണ് അറിഞ്ഞത്. കാരണം അദ്ദേഹം വളരെ നീറ്റായിട്ട് പെരുമാറുന്ന ഒരു ഓഫീസറാണ്. ഇദ്ദേഹം കഴിഞ്ഞ കൊല്ലം പിന്നെ ഇത് മറ്റൊരു ഭാഗമുള്ളത് ഇതില് സ്വരാജ് റൗണ്ടില് ഈ ജനങ്ങളെ ഇപ്പൊ നിർത്തുന്നില്ല. മുൻകാലങ്ങളില് സ്വരാജ് റൗണ്ടിൽ ആളുകളെ നിർത്തിയിരുന്നു. ഈ ബിനിക്കും മണികണ്ഠലാലിനും അതിനിടയ്ക്ക് ഇപ്പൊ വെടിക്കെട്ടിന്റെ സമയത്ത് ആളുകളെ നിർത്തുന്നില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം അത് എക്സ്പ്ലോസീവിന്റെയാണ്, അത് പോലീസ് നടപ്പാക്കുന്നതല്ല. പക്ഷെ അത് ജനങ്ങളോട് പറയുമ്പോൾ
ജനങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേമാതിരി തന്നെ ഇതേ ഓഫീസറെ പറ്റി വളരെ മോശമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പോലീസുകാർക്ക് കൊടുക്കുന്ന നിർദ്ദേശമുണ്ടായിരിക്കും, ഇത് കർശനമായിട്ട് നിങ്ങൾ നടപ്പാക്കണം എന്ന് പറയുമ്പോഴാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ നിൽക്കുന്ന സുദർശന സാറും അത് വ്യക്തമായിട്ട് പൂരം എങ്ങനെ നടത്താന്നുള്ളതാണ് നോക്കേണ്ടത്, അല്ലാണ്ട് പൂരം എങ്ങനെ മുടക്കാന്നുള്ളതല്ല നോക്കേണ്ടത്. കാരണം ഇത്രയും കൊല്ലം ഇല്ലാത്തൊരു സംഭവമാണ് ഇക്കൊല്ലം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പിന്നിൽ അതിന്റെ വീഴ്ചകളെ പറ്റി വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അന്വേഷിച്ച് ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് തൃശ്ശൂരിൽ നിന്നും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ വാസുദേവനാണ്. ശ്രീ വാസുദേവൻ, താങ്കൾ കഴിഞ്ഞ ദിവസം ഈ പൂരം കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അത് നല്ലൊരു അട്ടിമറിയല്ലേ നടന്നിട്ടുള്ളത്. ആരാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്നാണ് താങ്കൾ കരുതുന്നത്? അട്ടിമറി നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടതുപക്ഷത്തിന്റെ ആള് അട്ടിമറി നടന്നപ്പോ ചെന്നിട്ട് പരിഹരിക്കുക, അപ്പൊ അവർക്കത് നേട്ടം ഉണ്ടാവും. ആ സമയത്ത് മറ്റാളുകൾ വന്നതിനെ കുറിച്ചും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കണല്ലേ. സുരേഷ് ഗോപി വന്നത് അവിടുത്തെ ഒരു സേവാഭാരതിയുടെ ആംബുലൻസിലാണെന്നൊക്കെ പറയുന്നു. പൊളിഞ്ഞപ്പോ അവര് എല്ലാവരും തിരിച്ചു കുടിക്കുക. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പവിത്രനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പവിത്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മൂന്ന് മുന്നണികളും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ തൃശ്ശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച് ചില രാഷ്ട്രീയ ഗൂഢാലോചനയോ അല്ലെങ്കിൽ അട്ടിമറിയോ ഒക്കെ അതിൽ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ പൂരം അങ്ങനെ സംബന്ധിച്ച് ആ തരത്തിലേക്കുള്ള ഏതെങ്കിലും ഗൂഢാലോചന ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇത് അട്ടിമറിയാന്ന് വയൽ വെളിച്ചം പോലെ ശരിയാണ്. കാരണം ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഇതിന്റെ എല്ലാം ഇതിട്ടിട്ട് കളിയാ. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ കളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് മുന്നിൽ കളിച്ചതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കളിച്ചത് ഭരണ പാർട്ടി അല്ലാതെ മറ്റാരും കളിക്കാനില്ല. അവർക്കല്ല, അവരുടെ കയ്യിലില്ല അധികാരമില്ല. ആ അധികാരം ഉപയോഗിച്ച് കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഈ സർക്കാർ. എന്താണ് കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടായത്? വെടിമരുന്ന് പൊട്ടിക്കാൻ പാടില്ല, ഇത്ര ഇതിലെ പൊട്ടിക്കാൻ പാടില്ല, കോടതിയുടെ തീരുമാനമല്ലേ? പിന്നെ സർക്കാർ അനുവദിച്ച് കോടതി ധിക്കരിച്ചുകൊണ്ടാ? കോടതിയാണ് അങ്ങനെ വെടിമരുന്ന് സംബന്ധിച്ച് പ്രത്യേക ഇത്തരം ഇതിന് നിയമങ്ങൾ കർശനമാക്കിയത് കോടതിയാണ്. അതെ, ഈ ലോകം ആദരിക്കുന്ന, ലോകം ആകാംക്ഷയോടെ കൂടി കാണുന്ന ഒരു പൂരത്തിനാ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കൊണ്ടുപോയത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ വീഴ്ചകേട് മാത്രം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ദീപു ആണ്. ശ്രീ ദീപു, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനിടയിലാണ് ഈ പൂരം നടന്നത്. ആ പൂരത്തിന്റെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. താങ്കൾക്ക് അതിലെന്താണ് പറയാനുള്ളത്? ഇപ്പൊ താങ്കളും നേരത്തെ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിട്ടുള്ള സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആളും കൂടെ ചേർത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വളരെ കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 1, 2, 3, 4 എന്ന് പറഞ്ഞ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു അവിടുത്തെ സ്ഥാനാർത്ഥിക്കോ അവിടുത്തെ മന്ത്രിക്കോ ഇടപെടാൻ ഒന്നും ഇതില്ലാത്ത രീതിയിൽ തന്നെ വളരെ വ്യക്തമായി നടപ്പാക്കാം. കാരണം തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ തലയിൽ തന്നെ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആരും ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഇടപെടേണ്ടതായിട്ട് വരാതെ കൃത്യമായിട്ട് ആ പ്ലാനിങ്ങോട് കൂടിയാണ് നടന്നത്. മന്ത്രി തന്നെ രാവിലെ, ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയ ആളാണ്, വെടിക്കെട്ടിന് ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ. അവിടെ പിന്നെ മന്ത്രി തന്നെ അവിടെ എല്ലാവിടെയും ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ജനങ്ങളുടെ ഇടയിലും അവരോട് ചോദിച്ചും ഇവരോട് ചോദിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ സുരേഷ് ഗോപിയെ ഞാൻ കണ്ടിട്ടില്ല ആ പകല് ആ നേരത്ത്. പിന്നെ നമ്മുടെ ചോദ്യം അവിടെ പറഞ്ഞു വരട്ടെ. അപ്പോ അവിടെ അതിനുശേഷം എന്താണ് ഈ രാത്രി അവിടെ സംഭവിക്കുന്നത്? ഈ തിരുവമ്പാടി ദേവസ്വത്തിനകത്തുള്ള ബോർഡ് അംഗങ്ങളിൽ ചില BJPയോട് അനുഭവമുള്ള ആൾക്കാരുണ്ട്. എന്തിനാണ് അവിടെ കണ്ണൂരിൽ നിന്നുള്ള വത്സൻ തില്ലങ്കേരിയും B ഗോപാലകൃഷ്ണനും അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അനീഷും കയറിയത്? രാത്രി 12 മണിക്ക് അവർക്ക് എന്താ അവിടെ കാര്യം? അവരെന്തിനാണ് അവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വന്നത്? ഇത് ഈ വ്യക്തമായിട്ട് ഇവിടെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് നാമജപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാപയാത്ര അവിടെ സ്റ്റാർട്ട് ആവാനുള്ള സാധ്യത ഉണ്ടത്? തൃശ്ശൂർ ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളഞ്ഞു. ഇവർക്ക് ഓടേണ്ടി വന്നു. വത്സൻ തില്ലങ്കേരിയും ഗോപാലകൃഷ്ണനും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിന് മുൻവിധി എടുക്കേണ്ടത് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളത് സർക്കാരിനല്ലേ, ആഭ്യന്തര വകുപ്പിനല്ലേ? അല്ല, അതാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറയാതെ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ പറയുന്നത് മനസ്സിലാകുക? അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇതിനെ സർക്കാരും ആ സമയത്ത് കൃത്യമായി ഇടപെട്ടു. അതുകൊണ്ടാണ് ഈ BJPയുടെ കലാപശ്രമം. ആ കലാപശ്രമമാണ്. അവിടെ എവിടെ നിന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഏതോ ഒരു അമ്പലത്തിൽ വന്ന് സുരേഷ് ഗോപി എങ്ങനെ അവിടെ വന്നു എന്ന്? അവിടെ കൃത്യമായി ഈ ഇടപെടൽ ഈ അന്വേഷണത്തിന്റെ കൂടെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ BJP അനുഭവമുള്ളവരുടെ പങ്ക് കൂടെ അന്വേഷിക്കണം. എന്തിന് വത്സൻ തില്ലങ്കേരി അവിടെ വന്നു?
ശരി, എന്തായാലും ദീപുവിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുമെന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിഞ്ഞ് അതിനുള്ള മുൻകരുതൽ എടുക്കാനുമുള്ള ഉത്തരവാദിത്തം കൂടി എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും അത്തരം ഒരു അവസരം ആർക്കായാലും കൊടുത്തെങ്കിൽ ആ പോലീസിന്റെ വീഴ്ച കൂടി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ആ പ്രേക്ഷകനിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചകൾ അത് മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. തൃശ്ശൂർ പൂരം കലങ്ങിയതോ കലക്കിയതോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ജയകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഒരു പഴയ മന്ത്രിയുണ്ട്, ഒരു പുതിയ മന്ത്രിയുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തമുണ്ട്, ഇന്റലിജൻസ് ഇതുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്. ഇതെല്ലാം വച്ചിട്ട് ഈ ഈ ഈ വൃത്തികേട് കാണിച്ചതിന് ശേഷം BJP-ക്കാര് കുറെ പേരെ നേതാക്കന്മാരെ പേര് കൊണ്ടിട്ട് അതൊന്നും ഇവിടെ ഇതുവരെയും പുറത്തു പറഞ്ഞ് കേട്ടില്ല. ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ അറിയുന്നത്. പക്ഷെ എന്നാൽ ഈ സംവിധാനങ്ങളൊക്കെ പറഞ്ഞല്ല, നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ പൊതുവായി ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ പേരുകളൊന്നും കേട്ടില്ല. സുരേഷ് ഗോപി ഇങ്ങനെ ആംബുലൻസിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നതായിട്ട് കേട്ടു. വേറെ ചാനലിലുണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് കേൾക്കുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് സാറേ ഇത് എന്താണ് അവിടെ നടക്കുന്നത്? ഇതൊരു മഹാ ഉത്സവമല്ലേ, കേരളത്തിലെ ഒരു മഹാ ഉത്സവമല്ലേ? ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഇല്ലേ? എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ടോ? കുറെ പോലീസുകാരെ കൊണ്ട് നിർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ആരെയും കടത്തിവിടാതെ എല്ലാവരും ബാരിക്കേഡ് വെച്ച് അടച്ചു നിർത്തി ചെയ്തെന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ആഭ്യന്തരമന്ത്രി അല്ലേ ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത്? ഈ സർക്കാരല്ലേ ഉത്തരവാദിത്തം പറയേണ്ടത്? ജനങ്ങളാണ് അവിടെ വന്ന് ആനയ്ക്ക് ആഹാരം പോലും കൊടുക്കാൻ സമ്മതിക്കാതെ, പട്ട പോലും കൊടുക്കാൻ സമ്മതിക്കാതെ അവിടുത്തെ പ്രസിഡന്റ് നെയിം ബോർഡ് നോക്കിക്കൊണ്ട് പോയ ആ പ്രസിഡന്റ് താൻ ആരായാലും എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് പറയണമെങ്കിൽ ഇവിടെ ഒരു പഴയ മന്ത്രിമാരവിടെ ഇല്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് എന്തായാലും മറ്റ് ചില പ്രഷറിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി. സുന്ദരിത്തട്ടുകൾ ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. തൃശ്ശൂർ പൂരം കലങ്ങിയതോ കലക്കിയതോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അബ്ദുറഹ്മാനാണ് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുറഹ്മാൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ആദ്യമായിട്ട് പറയാനുള്ള ഗവൺമെന്റിനും ആ പോലീസ് ഓഫീസർമാർക്കും എല്ലാവർക്കും നല്ല ഒരു അഭിനന്ദനം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 100% എല്ലാവർക്കും അറിയാവുന്നതാണ്, പോലീസിനും അന്വേഷണത്തിലും എല്ലാവർക്കും അറിയാം. അവിടെ BJP ഉദ്ദേശിച്ചത് ഒരു കലാപം തന്നെയായിരുന്നു. ആ കലാപത്തിലൂടെ മുരളീധരൻ മുരളീധരന് ജയിക്കുക. കാരണം BJP ഇപ്പം ചിത്രത്തിലേ ഇല്ല, ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഉറപ്പിച്ചു കഴിഞ്ഞു, പാർട്ടിക്കാരും ഉറപ്പിച്ചു കഴിഞ്ഞു അവിടെ വിജയിക്കത്തില്ലെന്ന്. BJP കോൺഗ്രസിന് വേണ്ടി കലാപം നടത്താൻ ശ്രമിച്ചു എന്നാണോ? അല്ലല്ല, BJP നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായി അവരവിടെ ജയിക്കില്ലെന്ന്. പക്ഷേങ്കിൽ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നീട് അവർക്ക് നേട്ടം ഉണ്ടാക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായാലും കലാപം നടന്നു വന്നാൽ അവിടെ ഇലക്ഷൻ നടക്കാൻ സാധ്യതയില്ല. പക്ഷെ അതിന്റെ ഇടവഴിയിലൂടെ കോൺഗ്രസിന്റെ നെറികെട്ട രാഷ്ട്രീയം അവിടെ ശരിക്ക് വന്നിട്ടുണ്ട്, അതിൽ മുതലെടുക്കാൻ. പക്ഷെ ഇപ്പം പറയുന്ന പറഞ്ഞാൽ അവിടെ ഇത്രയും നിയന്ത്രണങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ അവിടെ വല്ല പടക്കത്തിനോ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടത്. ശ്രീ അബ്ദുറഹ്മാൻ, ഇത് കാലാകാലങ്ങളായി നടക്കുന്നില്ലേ തൃശ്ശൂർ പൂരം? അത് വൃത്തിയായി നടപ്പാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി സർക്കാരിനില്ലേ? പലരും അട്ടിമറിക്കാൻ പലതും ശ്രമിക്കും. ഉത്തരവാദിത്തമാണല്ലോ നടപ്പിലാക്കിയത്. അതിൽ ചെറിയ ഒരു സമയത്തിന്റെ ഒരു വ്യത്യാസമാണ്. ദൈവത്തിനോട് നന്ദി പറയേണ്ടത് അവർ ഉദ്ദേശിച്ച കലാപം അവിടെ നടന്നില്ല. അവരിന്ന് കേരളത്തിൽ ഒരേ ഒരു കാര്യമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കേരളത്തിൽ പോലീസിനെ നമുക്ക് അഭിനന്ദിക്കണമെങ്കിൽ അഭിനന്ദിക്കാമായിരുന്നു. കൃത്യസമയത്ത് കാര്യങ്ങളെല്ലാം വൃത്തിയായി നടക്കുകയും ഇത്തരം സുരക്ഷാ സംവിധാനങ്ങളെ ഒരുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ. ഹലോ, അവിടെ ശരിക്കുള്ള കലാപം നടക്കാതിരുന്നത് എന്തുകൊണ്ട്? പോലീസിന്റെ ഈ ഇടപെടല്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോലീസിന്റെ ഒരു പരിപാടി കൃത്യമായി, കേരളത്തിന് അഭിമാനമായ പരിപാടി കൃത്യമായി നടത്താൻ കഴിയാത്ത പോലീസിനെ അഭിനന്ദിക്കാനൊന്നും നിർവാഹമില്ല. അവിടെ എന്താ സംഭവിച്ചത്? ചെറിയൊരു സമയത്തിന്റെ വ്യത്യാസം. അത് വലിയ വിഷയമല്ലേ? രാത്രിയിൽ നടക്കേണ്ട കാണേണ്ട ഒരു വെടിക്കെട്ടിനെ സംബന്ധിച്ച് പകൽ കണ്ടാൽ എങ്ങനെയാണ് വെടിക്കെട്ട്? അത് പൂർക്കെട്ടാണെന്നാണ് ആളുകൾ തന്നെ പറഞ്ഞത്. ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരിൽ മുതലെടുക്കാൻ രാഷ്ട്രീയ മുതലെടുപ്പ് തടയേണ്ട ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനും അല്ലെങ്കിൽ പോലീസിനും ഇല്ലേ? അതാ പറഞ്ഞ ഒരു പുതിയ ഓഫീസർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഓഫീസർക്ക് ശേഷിയില്ലെങ്കിൽ മാറ്റി കൊള്ളാവുന്ന ഓഫീസറെ വെക്കണമായിരുന്നു. അല്ല, അദ്ദേഹത്തെ മാറ്റി ഇനി മാറ്റിയിട്ട് എങ്ങനെ അദ്ദേഹത്തിന് കഴിയില്ലെന്നറിയാം. കാരണം അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം അതിൽ നിന്ന് പുതിയ താങ്കളുടെ അഭിപ്രായം കൊള്ളാം. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്.
താങ്കളുടെ പേരെന്താണ്? രാജനാണ്, ശ്രീ കൊല്ലം. ശ്രീ രാജൻ, താങ്കൾക്ക് വേഗത്തിൽ പറയാം. ഈ ഇതിന്റെ പ്രശ്നം ഉണ്ടായാലും ശരിക്കും പറഞ്ഞാൽ സാർ ഒന്ന് ശ്രദ്ധിക്കണം, അഭിപ്രായം പറയരുത്. കാരണം ഇത് ശരിക്കും പ്ലാൻ ചെയ്താണ് വത്സൻ തിലങ്കേരിയും ഗോപാലകൃഷ്ണനും അത് അവിടെ പ്രശ്നം ഉണ്ടാക്കി. ആ IPS ഓഫീസറും സെൻട്രൽ ഗവൺമെന്റ് ന്യായമുള്ളവനാണ്. അവർ 3 പേരും കൂടെ ചെയ്ത പ്ലാന് ശരിക്ക് കത്തി നിൽക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി അവിടെ വരുന്നത്. ഇത് ശരിക്കും ഈ തൃശ്ശൂർ പൂരം കലക്കി വോട്ട് പിടിക്കാനുള്ള മാർഗമായിരുന്നു. പക്ഷെ അത് ചീറ്റിപ്പോയി. കാരണം കേരള ഗവൺമെന്റിനോട് പ്രതിപത്തിയുള്ള ഒരുപാട് നല്ല പോലീസുകാരവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പണ്ട് സാർ ഓർക്കുന്നുണ്ടാവും, ശബരിമലയില് ഈ ഇവരെല്ലാം കൂടെ സ്ത്രീകളെ കേട്ടതുകൊണ്ട് കേസ് കൊടുത്ത പാർട്ടികൾ അവസാനം തിരിഞ്ഞിട്ട് പറഞ്ഞു കേസ് കേട്ടെടുത്ത് അതായത് അന്നുകൂടെ കലക്കി വോട്ട് പിടിച്ചു. അത് തന്നെയാണ് ഇവിടെ ഇവർ ചെയ്തത്. പക്ഷെ മുഴുവൻ ചീറ്റിപ്പോയി. ആ IPS ഓഫീസറെ ഇപ്പൊ എടുത്ത് സുൽത്താൻ ബത്തേരിക്ക് ഇടും. നോക്കിയോ, സാർ ഒന്ന് വെയിറ്റ് ചെയ്തു. ശരി, എന്തായാലും അങ്ങനെ ഉണ്ടാവാതെ തടയുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒക്കെ സാധാരണഗതിയിലുള്ള ഉത്തരവാദിത്വം. എന്തായാലും ആ കാര്യം നടന്നില്ല. നമുക്ക് മറ്റൊരു പ്രഷറുണ്ട്. കൊയിലാണ്ടിയിൽ നിന്നും റഷീദാണ്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആഘോഷങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം. എല്ലാവരും അത് ആവേശത്തോടെ നോക്കിക്കാണുന്ന ഒരു പൂരം. പക്ഷേ നമ്മൾ ഇപ്പോഴേ വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ നിലനിൽപ്പ് പോലും ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക. നമ്മളുടെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും ഒക്കെ ഭീഷണി നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ ബാലിശമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗൗരവപരമായ ഒരു തെരഞ്ഞെടുപ്പിനെ ചെറുതായി കണ്ടുകൂടാ. ജനാധിപത്യ മതേതര വിശ്വാസികളൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വർഗീയതയും അതുപോലെ ഈ വിഷയത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം വളരെ നമ്മുടെ സമയം കുറവാണ്. ഈ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടെന്ന് പറയാം. ഈ വിഷയത്തിൽ അഭിപ്രായം തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ വിഷയത്തിന്റെ ഗൗരവം കുറച്ചു കാണാതെ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും നാടിന്റെ സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണം എന്ന് തന്നെയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇത് പോലീസിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞവരും, അതല്ല പോലീസ് ഒരു വലിയ കലാപശ്രമം ഒഴിവാക്കിയായിരുന്നു എന്ന് പറഞ്ഞവരുമുണ്ട്. ചില ആളുകളുടെയും നേതാക്കളുടെയും ഒക്കെ അവിടുത്തെ സാന്നിധ്യം സംശയാസ്പദമാണെന്ന ആരോപണം ഉന്നയിച്ചവരും, ഇങ്ങനെ ഒരു പരിപാടി നന്നായി നടത്താൻ കഴിയാതെ പോയത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പൊതുവേദിയിൽ ഉയർന്നത്. എന്തായാലും നാളെയും ഇതേ സമയം മറ്റു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.